ഇന്ന് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് സ്റ്റിച്ചിങ്ങിൻ്റെ വേസ്റ്റ് ആയിട്ടുള്ള കട്ട് പീസ് തുണികളാണ്. കോട്ടൻ്റെ തുണികളാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. അതിൽ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള തുണികളുണ്ട്. ഇത് വെച്ചിട്ട് നല്ലൊരു ഐഡിയ ആണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. ആദ്യം നമുക്ക് ഇതിലത്തെ ഓരോ പീസ് തുണിയും ഒന്ന് അയൺ ചെയ്ത് എടുക്കണം. അതിനായിട്ട് ഒരു പീസ് തുണി എടുത്തിട്ട് രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ രണ്ട് സൈഡ് ഒന്ന് അയൺ ചെയ്ത് എടുക്കാം. ഞാൻ വേസ്റ്റ് തുണിയാണെങ്കിലും തന്നെ ചുളുങ്ങിയിരിക്കുകയാണെങ്കിൽ അത് അയൺ ചെയ്തതിന് ശേഷമാണ് ഉപയോഗിക്കാറുള്ളൂ. ഇനി ഇവിടെ നമ്മൾ ഫുഡൊക്കെ പാർസൽ വാങ്ങിക്കുമ്പോൾ ഒരു ഡബ്ബ കിട്ടില്ലേ, അതിൻ്റെ അടപ്പുണ്ടല്ലോ റൗണ്ട് ഷേപ്പിലുള്ളത്, അതാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ തുണിയുടെ സെൻറ്റർ ഭാഗത്തേക്കായിട്ട് വെച്ച് കൊടുക്കുക. ആ ഒരു റൗണ്ട് ഷേപ്പിൽ തുണിയിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അത് എടുത്ത് മാറ്റിയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഷേപ്പിൽ തുണി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ തുണി നമ്മളിതാ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു തുണിയിൽ നിന്ന് റൗണ്ട് ഷേപ്പിലുള്ള 2 പീസ് തുണികളാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതേ രീതിക്ക് തന്നെ ബാക്കിയുള്ള തുണികളും കട്ട് ചെയ്ത് എടുക്കാം. ആദ്യം തന്നെ നമ്മൾ അയൺ ചെയ്തു, അതിനുശേഷം റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ആ ഒരു രീതിക്ക് എല്ലാ തുണികളും കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ സെയിം കളർ തുണി 2 പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പീസ് തുണി നല്ല വശം മുകളിലേക്ക് എന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. അടുത്തൊരു പീസ് തുണി നല്ല വശം ബാക്കിലേക്ക് എന്ന രീതിയിലും വെച്ച് കൊടുക്കുക. ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട്. ഇനി മാർക്ക് ചെയ്യുന്ന രീതിക്ക് അരികിലൂടെ റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ ദാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. റൗണ്ടിലൂടെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ആ ഒരു രീതിക്ക് ബാക്കിയുള്ള പീസുകൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരു പീസ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു പീസ് തുണി മാത്രം ഇങ്ങനെ കയ്യിലേക്ക് പിടിച്ചിട്ട് സെൻറ്റർ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്തൂടെ ഈ ഒരു തുണിയുടെ നല്ല വശം നമുക്ക് പുറത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മളിതാ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റൗണ്ട് ഷേപ്പ് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു പീസ് നമുക്കിതാ ഈ ഒരു രീതിക്കാണ് കിട്ടിയിട്ടുള്ളത്. നല്ല കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതേ രീതിക്ക് തന്നെ സ്റ്റിച്ച് ചെയ്ത് വെച്ച ബാക്കിയുള്ള പീസുകളും നമുക്ക് നല്ല വശത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ എല്ലാ പീസ് തുണികളും തന്നെ നല്ല വശത്തേക്കായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ ഇങ്ങനെയാണ് കാണാനായിട്ടുള്ളത്. അടുത്തതായിട്ട് നമ്മൾ വേറൊരു പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് എടുത്തതാണ്. സ്ക്വയറിൽ കട്ട് ചെയ്തെടുത്ത തുണിയുടെ അളവ് നീളവും വീതിയും 17 ഇഞ്ചിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് വെച്ച തുണികളുണ്ടല്ലോ, അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഒരു കോർണർ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുക. ദാ ഇതുപോലെ. അതിനുശേഷം താഴേക്കായിട്ട് 2 പീസുകൾ വെച്ച് കൊടുക്കുക. അതിൻ്റെയും താഴേക്കായിട്ട് 3 പീസുകളായിട്ട് വെച്ച് കൊടുക്കുക. ഒട്ടും ഗ്യാപ്പില്ലാണ്ട് ഇതുപോലെ വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഇനി നമ്മളിവിടെ 4ാമത്തെ ലെയറാണ് വെച്ച് കൊടുക്കുന്നത്. അതിൽ നമ്മൾ 4 പീസ് വെച്ചിട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. കളറ് നിങ്ങളൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. ദാ ഇതുപോലെ. അടുത്തതായിട്ട് നമ്മൾ 5ാമത്തെ ലെയർ. ഈ ഒരു രീതിക്ക് നമ്മൾ സ്ക്വയർ പീസിൻ്റെ ഉൾഭാഗം ഫുള്ളായിട്ട് ഫില്ല് ചെയ്യുന്ന രീതിക്ക് ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം ഓരോരോ ലെയറുകളായിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ സ്ക്വയറിൽ കട്ട് ചെയ്തെടുത്ത തുണിയുടെ ഉൾഭാഗം ഫുള്ളായിട്ട് തന്നെ നമ്മൾ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ. ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് പിന്നുകളാണ്. ഈ പിന്നുകൾ നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ള ഓരോ പീസിൻ്റെയും മുകളിലായിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കണം, താഴത്തെ തുണിയും കൂടെ ചേർത്തിട്ട്. അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ള ഓരോ പീസും പിൻ ചെയ്ത് വെക്കണം. അപ്പം നമ്മളിവിടെ പിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഈ ഒരു രീതിക്കാണിത് സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത്. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കോർണർ ഭാഗത്തു നിന്നായിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് തുടങ്ങുക. നമ്മൾ കോർണർ ഭാഗത്ത് ഒരു ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ, ഒരു പീസ്, അതിൻ്റെ ആ ഒരു ഷേപ്പിനനുസരിച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ഇതാ ഇതുപോലെ. ഇനി നമുക്ക് 2ാമത്തെ ലെയർ സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊടുക്കുക. നമ്മൾ റൗണ്ടിലുള്ള 2 പീസ് തുണികൾ വെച്ച് കൊടുത്തില്ലേ, അതിട്ടാ ഒരറ്റത്തു നിന്നായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് തുടങ്ങുക. എന്നിട്ട് ആ ഒരു ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. നമ്മൾ 2 പീസിൻ്റെയും ഗ്യാപ്പ് വരാത്ത രീതിയിൽ വേണം ഒരു പീസിൽ നിന്ന് അടുത്തൊരെണ്ണത്തേക്ക് വരാനായിട്ട്. എന്നിട്ട് അടുത്തൊരെണ്ണം ആ ഒരു ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. നമ്മളിതാ 2ാമത്തെ ലെയറും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 3 പീസ് വെച്ച് കൊടുത്തിട്ടുള്ള 3ാമത്തെ ലെയറാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പോകുന്നത്. അത് നമ്മൾ സെയിം രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം, ഗ്യാപ്പില്ലാത്ത. ഇതേപോലെ തന്നെ 4ാമത്തെ ലെയർ, 5ാമത്തെ ലെയർ എന്ന രീതിയിൽ ഫുള്ളായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം.
അപ്പോൾ ഫുള്ളായിട്ട് തന്നെ നമ്മളിതാ സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഉള്ളത്. ഇനി 4 സൈഡിൽ നിന്നും കൂടുതലായിട്ട് നിൽക്കുന്ന തുണികളൊക്കെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് സൈഡിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ വേറൊരു പീസ് തുണി സ്ക്വയറിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അളവ് ഞാൻ എടുത്തിട്ടുള്ളത് നീളവും വീതി 18 ഇഞ്ചിലാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ രണ്ടായിട്ട് ഇതുപോലെ മടക്കുക. എന്നിട്ട് സെൻറ്റർ ഭാഗം നീളത്തിൽ കട്ട് ചെയ്ത് എടുക്കാം. ഇപ്പം നമുക്ക് 2 പീസായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് സിബ് വെച്ച് കൊടുക്കണം. അപ്പം നമ്മൾ സിബ് എടുത്തിട്ടുണ്ട്, റണ്ണർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പീസ് തുണി എടുത്തിട്ട് സിബിൻ്റെ ഒരറ്റത്തേക്കായിട്ട് താഴേക്ക് വെച്ച് കൊടുക്കുക, ഒരു തുണി മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കുക. അടുത്തൊരറ്റത്തും സെയിം രീതിയിൽ തന്നെ നമ്മൾ വെച്ച് കൊടുക്കുക. ഇനി മാർക്ക് ചെയ്യുന്ന പോലെ 2 സൈഡും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഒരു പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത്. അതുകൂടാതെ നമ്മൾ സിബ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. സിബിൻ്റെ അരികു ഭാഗം തുണിയുടെ അരികു ഭാഗത്തേക്കായിട്ട് ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുക്കുക. ഇനി മാർക്ക് ചെയ്യുന്ന രീതിക്ക് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ സിബ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്തിട്ടുള്ള അടുത്തൊരു പീസ് തുണി എടുത്തിട്ട് സിബിൻ്റെ ഒരു അരികു ഭാഗത്തേക്കായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക, മോൾ ഭാഗത്തൂടെ. ഇനി നമുക്ക് മാർക്ക് ചെയ്യുന്ന പോലെ ആ ഒരു അരികു ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ സിബ് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഉള്ളത്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു തുണി ഉണ്ടല്ലോ അതെടുക്കുക. എന്നിട്ട് ആ ഒരു തുണിയുടെ മോൾ ഭാഗത്തേക്കായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക, നല്ല വശങ്ങൾ ചേർന്ന് വരുന്ന രീതിക്ക്. ഇപ്പം സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 അരികു ഭാഗവും മാർക്ക് ചെയ്യുന്ന രീതിക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമുക്കിതിലേക്കായിട്ട് കുറച്ചുകൂടെ ഭംഗിയാക്കണമെങ്കിൽ ഇതുപോലെയുള്ള ലേസ് വെച്ചിട്ട് 4 അരികു ഭാഗവും ഒരു ബോർഡർ പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ 4 അരികു ഭാഗം സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സിബ് ഓപ്പൺ ആക്കിയിട്ട് ഈ ഒരു കവറിൻ്റെ പില്ലോ കവറിൻ്റെ ഉൾഭാഗം നമുക്ക് പുറത്തേക്കായിട്ട് ഇട്ട് കൊടുക്കുക, നല്ല വശം. അതിനുശേഷം നമുക്ക് 4 കോർണർ ഭാഗം ഒന്ന് കൈവച്ച് റെഡിയാക്കി കൊടുക്കണം. നമ്മൾ ഈ കവറിൻ്റെ ഉള്ളിലായിട്ട് പില്ലോ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വെറും വേസ്റ്റ് തുണികൾ ഉപയോഗിച്ചിട്ടാണ് ഇത്ര കളർഫുൾ ആയിട്ടുള്ള ഒരു പില്ലോ കവർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുകൂടാതെ ഈ വീഡിയോസിനൊന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും വേണം. ഇനി അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.